തിരുവനന്തപുരത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ DJ പാർട്ടിക്കിടയിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ 1.5 മണിക്കൂറോളം നേരം തലസ്ഥാനത്ത് സംഘർഷം നീണ്ടു. ജിബിൻ, ആർക്കും പരാതിയില്ല അല്ലേ? മാധു, അത് തന്നെയാണ്. ഈ കഴിഞ്ഞ 18-ാം തീയതി രാത്രിയാണ് തലസ്ഥാനത്തെ പാളയത്തിന് സമീപത്തുള്ള ഒരു പഞ്ചനക്ഷ ഹോട്ടലിൽ വെച്ച് DJ പാർട്ടിയുടെ ഈ രണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ഈ സംഘർഷം പിന്നീട് DJ പാർട്ടി നടന്ന ഹോട്ടലിൽ മാത്രമല്ല നഗരത്തിലേക്ക്, റോഡിലേക്കും അതുപോലെ ആശുപത്രിയിലും ഒക്കെ ഈ ഒരു സംഘർഷം നീളുന്ന സാഹചര്യം ഉണ്ടായി. പോലീസ് ഇടപെട്ടാണ് ഈ സംഘർഷത്തിനൊന്നും ഒരു അയവ് വരുത്തിയത്. പക്ഷേ ഈ രണ്ട് സംഘങ്ങളെ പോലീസ് ഇടപെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയെങ്കിലും ആർക്കും പരാതിയില്ലാത്തതിനാൽ തന്നെ ഈ രണ്ട് സംഘത്തിനെ വിട്ടയക്കുന്നതാണ് ഉണ്ടായത്. ഈ സംഭവം നടക്കുന്നത് പാളയത്താണ്, നഗരപരിധിയിലാണ്. കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ നിന്ന് ഏകദേശം മീറ്ററുകൾ. പൊതുസ്ഥലത്ത് സംഘർഷമുണ്ടാക്കിയാൽ സംഘർഷമുണ്ടാക്കിയവർക്കാണോ പരാതി വേണ്ടത്? അത് തന്നെയാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്നതാണ്. പക്ഷേ ഇതുവരെ അത് ഉണ്ടായിട്ടില്ല. കണ്ടോൺമെന്റ് സ്റ്റേഷൻ പരിധിയിലാണ്. കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 300-400 മീറ്റർ മാത്രം അകലെയുള്ള ഒരു ഹോട്ടലിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. സംഘർഷം ഹോട്ടലിൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ റോഡിലേക്ക്, നഗരഹൃദയത്തിൽ വെച്ച് തന്നെ ഈ സംഘർഷം പിന്നീട് രണ്ട് സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് ഇവിടെ ആശുപത്രിയിലേക്ക് എത്തിച്ച സമയത്ത് അവിടെ വരെ സംഘർഷം നീളുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നിട്ട് പോലും പോലീസ് ഇതുവരെ സ്വമേധയാ ഈ ഒരു സംഭവത്തിൽ കേസെടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നത്. രണ്ട് സംഘങ്ങളെ വിളിച്ചു വരുത്തി, സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. അതിൽ ഒരു സംഘത്തിന് ആദ്യം പരാതി ഉണ്ടായിരുന്നു. പിന്നീട് മറ്റു സംഘത്തിൽ നിന്നും മറ്റുള്ള കൊട്ടേഷൻ സംഘത്തിൽ നിന്നൊക്കെയുള്ള സമ്മർദ്ദം കാരണമാകാം ആ ആളിലും പിന്നീട് കേസില്ല എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് സംഘങ്ങൾക്കും പരാതി ഇല്ലാത്തതിനാൽ തന്നെ പോലീസ് ഇതുവരെയും കേസെടുത്തില്ല. പക്ഷേ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് നഗരഹൃദയത്തിൽ വെച്ച് തന്നെ രണ്ട് കൊട്ടേഷൻ സംഘങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് പോലീസിൽ തന്നെ വളരെയധികം പരാതികളാണ് ഇവർക്കെതിരെ നിലവിലുള്ളത്. എന്നിട്ട് പോലും ഇതുവരെ ഒരു കേസ് പോലീസ് കണ്ടോൺമെന്റ് പോലീസ് ഇതുവരെയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മാധു, ശരി. ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകിയത്.